ഞങ്ങളുടെ ലോ കോളേജിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഏറ്റവും മുന്നിൽ നിന്ന ആളായിരുന്നു നിഷ. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒത്തിരി സുഹൃത്തുക്കൾ അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനുമായിട്ട് എപ്പോഴും വഴക്കിടുമായിരുന്നു. തനിക്കെന്താടോ കണ്ണുണ്ടൂടെ? സോറി, ശ്രദ്ധിച്ചില്ല. എന്തോന്ന് സോറി? കോളേജിനുള്ളിൽ ഇരുചക്ര വാഹനം പാടില്ലെന്ന് കോടതി വിധിയുണ്ട്. എന്നിട്ടും വണ്ടി കയറ്റിയത് തന്റെ ധിക്കാരം. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലക്കാർഡ് നശിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം ചെയ്തതല്ല. അതെ, താൻ മനഃപൂർവ്വം ചെയ്തതാ. ഇതിന് സമാധാനം പറഞ്ഞിട്ട് താൻ പോയാ മതി. നിർത്തടി. നീ ആര്? കോളേജ് പ്രിൻസിപ്പലിന്റെ മോളോ? ഒരു അബദ്ധം പറ്റി അതിന് സോറിയും പറഞ്ഞു. ബാബുക്കുട്ടാ, നീ വണ്ടി എടു. എന്നാ എനിക്കതൊന്നും കാണണം. എടി, നീ ഒരു പെണ്ണാ, അത് മനസ്സിലാക്ക്. പിടിച്ചാൽ തള്ളുന്നുണ്ടല്ലോ, മൂക്കും കുത്തി താഴെ എന്നാ കിടക്കും. നീ തള്ളടാ. അത്യാവശ്യ സ്ത്രീ സുരക്ഷയൊക്കെ ഞാൻ പഠിച്ചതാ. ഇവനൊക്കെ നല്ല ഇടി കൊടുക്കാൻ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നിഷേ, അത് വിട്. ബാബുക്കുട്ടൻ ഒരു അബദ്ധം പറ്റിയതല്ലേ, പോട്ടെ. അതെ, ഇതിന്റെ പേരിലേ ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. നിഷ മാറിക്ക്, അളയപ്പോ എല്ലാരും മാറിക്ക്. ആ പോട്ട് പോട്ട് പോട്ട്. ആ എടുത്തോണ്ട് പോളിയാ. ആ പോട്ട്. ആ പോട്ടെന്നേ, വാ. സൂപ്പർ വിഷ്വൽസ്. ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് അടുത്ത ബുള്ളറ്റിൽ കൊടുക്കാം. താങ്ക് യു സർ. സമൂഹത്തിലെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഹലോ, P7 ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ട്. അത് ഹെഡ്ലൈനിൽ കൊടുക്കട്ടോ. ശരി ശരി, താങ്ക് യു സർ. ഓക്കെ. വീഡിയോ എടുക്കല്ലേ? നിന്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ വിടുള്ളൂ. അടങ്ങി നിക്കടേ അവിടെ. ഒതുങ്ങി നിക്കവിടെ. കിടക്കാതെ അവിടെ നിന്നെ രക്ഷിക്കാൻ വരുന്നില്ല. വിളിക്കാതെ അവിടെ അടിച്ചോടിക്കണവനെ. പോടാ പോടാ, അടങ്ങി നിക്കണേ അവിടെ. ഈ സ്ത്രീ സുരക്ഷ പോന്നില്ലേ? കേറിക്കോ. എന്തായത്? പിടിച്ചിരിക്കേ. സർ, ബെറോ ഡിക്കോത്ര സംഘമായ നിഷയുടെ ഒരു ക്ലാഷും അതിലെൻ്റെ ഇടപെടലും
ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാകാൻ കാരണമായി എന്നത് സത്യമാണ്. നിഷയുടെ മരണത്തിൽ മിസ്റ്റർ ബാബുക്കുട്ടൻ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ബാബുക്കുട്ടൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചതാ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ബാബുക്കുട്ടൻ പോവാം. താങ്ക് യു സാർ. ആ, ഇക്ബാലാണോ ടി പി സാറിന്റെ വിശ്വസ്തൻ? അതൊന്നും എനിക്ക് അറിയില്ല സാർ. ആ ശരി, പോയിക്കോളൂ. ശരി സാർ. അമിതേ, ഊട്ടിയെടുത്ത് വണ്ടിയിലിട്. കൊല്ലു സാറേ, കൊല്ലം. ബെറോ ഡിക്കോട്ര അല്ലേ? ആ അതെ. 95 കാലഘട്ടത്തിലെ ശോഭിക്കുന്ന യുവതലമുറയുടെ നായകനായ ടിനു ചാക്കോക്ക് പിന്നീട് എന്തൊരു പേരുമാറ്റം? അപ്പോ സാറെന്നെ തിരിച്ചറിഞ്ഞൂല്ലേ? പറയൂ, തനിക്ക് ഈ നിഷാകൊല കേസുമായിട്ട് എന്താണ് ബന്ധം? ഇല്ല സാർ, എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ തൻ്റെ ഒരു പഴയ ഫാനാണ്. താനൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ എന്ത് ചെയ്യാൻ, താൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? ഇങ്ങനെ ആയതല്ല സാറേ, ചിലർക്കൊക്കെ വേണ്ടി ഞാൻ ബലിയാടായതാണ്. ഓക്കെ, ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ചരിത്രം. അതെ സാർ, അതോടെ എൻ്റെ കരിയർ തീർന്നു. ഇപ്പോൾ കിടപ്പുമുറിക്ക് വേണ്ടി 250 രൂപയ്ക്ക് വേണ്ടി, ഒരു കുറഞ്ഞ പൈൻറ്റിനു വേണ്ടി ഞാൻ ഈ മാർഗം സ്വീകരിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും കോളേജ് കുട്ടികൾക്ക് ലഹരി പദാർത്ഥം വിറ്റിട്ടില്ല സാർ. എൻ്റെ കൂടെയുള്ളവർ ആക്രാന്തമൂത്ത് ചെയ്തതാണ് സാർ. എനിക്കങ്ങനെ പണമുണ്ടാക്കാനാണെങ്കിൽ നിഷയുടെ മരണം ഏൽക്കാമെന്ന് ചോദിച്ച് ഒരാൾ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. DIG അലക്സ് കുര്യൻ അല്ലേ? ഇടയ്ക്കൊന്ന് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കൊള്ളാം. ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഭീഷ്മരെ അറിയില്ല. ഏയ്, അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നല്ലേ. ആ, വീണ്ടും കളത്തിൽ ഇറങ്ങിയല്ലേ? IPS എടുത്തു പോയില്ലേ? താങ്കളുടെ പുസ്തകം ഞാൻ വായിച്ചു, തിമിംഗലങ്ങൾക്കൊപ്പം. എന്താ ഒരു ലാംഗ്വേജ്! ഐ റിയലി അപ്രീഷിയേറ്റ് യു. താങ്ക് യു സാർ, താങ്ക് യു. സാറ് വിളിച്ചത് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം മകനൊന്ന് വിളിപ്പിച്ചിരുന്നു. DIG അലക്സ് കുര്യനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഏതോ ഒരു പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ചല്ലേ? എത്ര തവണ വേണമെങ്കിലും വിളിച്ചോളൂ. ഞാനിപ്പോ ദുബൈയിലാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ അവരെ നേരിട്ട് കൊണ്ടുവന്നേനെ. ഒന്നും വേണ്ട സാർ, ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. മോൻ നന്നായിട്ട് സഹകരിച്ചു. ഓക്കെ. ആ പിന്നെ അലക്സേ, നിങ്ങൾ ഈ ലോക്കലിൽ കിടന്ന് കറങ്ങേണ്ട ആളല്ല. നിങ്ങളെപ്പോലുള്ള മിടുക്കന്മാരെ വേണ്ടത് സെൻട്രലിലേക്കാ, വല്ല IBയിലോ റോയിലോ ഒക്കെ. വേണ്ട സാർ, ഞാൻ ഒറ്റത്തടിയാ. പ്രായമായ ഫാദറിന് നോക്കാൻ അവിടെ ആരുമില്ല. പ്രത്യേകിച്ച് പുള്ളി ഹാൻഡിക്യാപ്ഡാ. അതെനിക്കറിയാമല്ലോ. പക്ഷെ അതോർത്ത് വിഷമിക്കണ്ട. ഇവിടെ ഡൽഹിയിൽ നല്ല ഹൈടെക് ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ല ഹോം നഴ്സസിനെ കിട്ടും. അലക്സ് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. വേണ്ട സാർ, ഫാദർ പഴയ കമ്മ്യൂണിസ്റ്റാ. പുള്ളിക്ക് ഇതൊന്നും പിടിക്കത്തില്ല. മാത്രമല്ല, കക്ഷിക്ക് നല്ല നാടൻ പശുവിന്റെ പാല് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പശുവിനെ വാങ്ങിച്ചു. നാടൻ ഭാഷയിൽ പറഞ്ഞ പശു ചെന നിറഞ്ഞു നിൽക്കുക. പ്രസവം എടുക്കാനും കറക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ള സാറേ, എല്ലാം ഓക്കെ അല്ലേ? നല്ല പരുവത്തിലാ. ഇനി വാർപ്പിലോട്ടിട്ട് ഇളക്കിയാ മതി. കൊണ്ടുപോടോ. കൊണ്ടുപോവനെ ഇങ്ങോട്ട് തരില്ല. ചെല്ല്. റിമൂവ് ദ ക്ലോത്ത്. വലിച്ചു കെട്ടടോ. അടങ്ങി നിക്കടാ. കെട്ട്.
പൊക്ക് തൂക്ക് വലിക്ക്. തൂക്കിയരാ. ആ കുഴപ്പമില്ല, വലി. നീ പറയില്ലല്ലേ? വലിച്ചോ. ആ മതി. ഇക്ബാലെ, ഹമീദിന്റെ മസിൽ പവറിലും നിന്റെ വായ തുറന്നില്ല. അച്ചായനോടുള്ള നിന്റെ വിശ്വസ്തത എനിക്ക് മനസ്സിലായി. പക്ഷേ നീ വാ തുറന്നേ പറ്റൂ. കാരണം എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. നിശ്ചയം നീ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് അറിയാം. പക്ഷേ എനിക്കത് നിന്റെ വായ കൊണ്ട് തന്നെ കേൾക്കണം. ഇച്ചായ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? വരും. എൻ്റെ ഇച്ഛായ വരും എന്നെ രക്ഷിക്കാൻ. നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ അനുഭവിക്കും. ഓർത്തു, അച്ചായ കിങ് അല്ല, കിങ് മേക്കറാ. ഇക്കാലേ ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഇവിടെ നീ പരാജയപ്പെട്ടു. നിന്റെ അച്ചായ നിന്നെ കൈവിട്ടു. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ നിന്നും ശർമാജി നിന്നെ പൊക്കിയിട്ട് 2 ദിവസമായി. വിളിച്ചു കൊടുക്കടോ. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഇപ്പൊ മനസ്സിലായോ? നിന്റെ ഫോൺ അയാൾ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ പരിചയമില്ലാത്ത ഒരു നമ്പർ അയാൾ എടുക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നീയും ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നർത്ഥം. അച്ചായ നിന്നെ തല്ലാറുണ്ടല്ലേ? ഇല്ല, എൻ്റെ അച്ഛൻ എന്നെ തല്ലാറില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. ദേ, അയാളെ കണ്ടോ? ഓ, അയാളെല്ലാം തുറന്നു പറഞ്ഞു. ഇക്ബാലെ, സഹകരിക്കുക. കുറ്റം തെളിയിക്കാൻ പോലീസ് പ്രാകൃതമായ ചില നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്തു ചെയ്യാം? ഇക്ബാലിന് മൗനം. ഈ മൗനത്തിന് നേരെ ഞാനങ്ങ് കണ്ണടക്കുകയാണ്. ഇക്ബാലെ, ഇത് പഴയ HC ബാലൻപിള്ള. പിള്ള സാറിനാ ഓമന പേര്. പഴയ പരമേശ്വരക്കുറിപ്പിന്റെ ശിഷ്യനാ പുള്ളി. പഴയ കക്കയും കാമ്പ് സ്റ്റൈലാ. ഇനി എന്താ പരിപാടി? വറുക്കൽ. ഈ പുന്നാര മോനെ കടലയോട് കൂടിയിട്ട് വറുക്കും. അമിതേ, ബാക്കിയുള്ളതൊക്കെ ചോദിച്ചോ. അതെ, അതെ. ആ,